Hello everyone. Last class we discussed about conservative fields and potential function. Today we can continue that. We know that if F is a force field in 2 space or 3 space, then the work performed by the field on a particle moving along a parametric curve C from an initial point P to a final point Q, that's given by integral over C F dot dr. Is it? The work done by the force along the curve C is integral over C F dot dr. The parametric curve C in a work integral is called the path of integration. അപ്പോൾ നമ്മൾ എഫ് എന്ന് പറയുന്ന ഒരു ഫോഴ്സ് ഫീൽഡ് അപ്ലൈ ചെയ്യുമ്പോൾ പാർട്ടിക്കിൾ മൂവ് ചെയ്യുന്ന ആ ഒരു പാത്ത് അലോങ് ആ കേർവ് സി ആണ്. അപ്പോൾ ആ കേർവിന് നമ്മൾ പാത്ത് ഓഫ് ഇൻറ്റഗ്രേഷൻ എന്നാണ് പറയുന്നത്. If capital F is a conservative field, then the work that the field performed on a particle to move from P to Q does not depend on the particular path C. അതായത് എഫ് കൺസർവേറ്റീവ് ഫീൽഡ് ആണെങ്കിൽ നമ്മൾ അപ്ലൈ ചെയ്യുന്ന വർക്ക് ഈ ഒരു പാർട്ടിക്കിളിനെ പി എന്ന് പറയുന്ന ഒരു ഇനീഷ്യൽ പോയിന്റിൽ നിന്ന് ക്യൂ എന്ന് പറയുന്ന ഒരു ഫൈനൽ പോയിന്റിലേക്ക് മൂവ് ചെയ്യുമ്പോഴുള്ള വർക്ക് ഇറ്റ് ഡസ് നോട്ട് ഡിപ്പെൻഡ് ഓൺ ദി പാത്ത്. അതായത് ഏത് പാത്തിലൂടെ പോയാലും സെയിം ആയിരിക്കും. ജസ്റ്റ് ഇനീഷ്യൽ പോയിന്റിനെയും എൻഡ് പോയിന്റിനെയും മാത്രമേ ഡിപ്പെൻഡ് ചെയ്യുന്നുള്ളൂ ഇഫ് എഫ് ഇസ് എ കൺസർവേറ്റീവ് ഫീൽഡ്. അപ്പോൾ അത് വെച്ചിട്ടാണ് നമ്മൾ ഫണ്ടമെൻ്റൽ തിയറം ഓഫ് ലൈൻ ഇൻ്റഗ്രൽ പറയുന്നത്. സീ ദ സ്റ്റേറ്റ്മെൻറ്റ്. സപ്പോസ് ക്യാപിറ്റൽ എഫ് ഓഫ് എക്സ് വൈ ഈസ് ഈക്വൽ ടു സ്മോൾ എഫ് ഓഫ് എക്സ് വൈ ഐ പ്ലസ് ജി ഓഫ് എക്സ് വൈ ജെ as a conservative vector field in some open region capital D containing the point x0, y0 and x1, y1, and f of xy and g of xy are continuous in this region if capital F of xy is equal to del phi of xy. അതായത് ക്യാപിറ്റൽ എഫ് ഓഫ് എക്സ് വൈ എന്ന് പറയുന്നത് ഡെൽ ഫൈ ആണെന്ന് പറഞ്ഞാൽ അതിനർത്ഥം എന്താ? എഫ് എന്ന് പറയുന്നത് കൺസർവേറ്റീവ് ഫീൽഡാണ് അല്ലേ. ആൻഡ് if C is any piecewise smooth parametric curve that starts at x0, y0 and ends at x1, y1 that lie in the region D. അപ്പോൾ നമുക്ക് തന്നിരിക്കുന്ന ആ ഒരു ഓപ്പൺ റീജിയൻ ക്യാപിറ്റൽ ഡിയിലുള്ള ഒരു പീസ്വൈസ് സ്മൂത്ത് പാരാമെട്രിക് കർവ് അതിൻ്റെ ഇനീഷ്യൽ പോയിൻ്റ് x0, y0 എൻഡ് പോയിൻ്റ് x1, y1 ആണെങ്കിൽ the work done integral over C F dot dr is equal to phi of x1, y1 minus phi of x0, y0. അല്ലെങ്കിൽ ഇൻ്റഗ്രൽ ഓവർ സി എഫിന് നമുക്ക് എന്ത് പറയാം? ഡെൽ ഫൈ എന്ന് പറയാം അല്ലേ. എഫ് ഇസ് ഈക്വൽ ടു ഡെൽ ഫൈ ആണ്. സോ ഡെൽ ഫൈ ഡോട്ട് ഡി ആർ ഇസ് ഈക്വൽ ടു ഫൈ ഓഫ് x1, y1 മൈനസ് ഫൈ ഓഫ് x0, y0. അപ്പോൾ ഈ ഒരു ഫോർമുല അറിഞ്ഞിരിക്കണം. ഓക്കെ, ഇതാണ് ഫണ്ടമെൻ്റൽ തിയറം ഓഫ് ലൈൻ ഇൻ്റഗ്രൽ. അപ്പോൾ ഈ ലൈൻ ഇൻ്റഗ്രൽ വർക്ക് കാണാൻ നമുക്ക് എന്ത് കിട്ടിയാൽ മതി? അതിൻ്റെ ഇനീഷ്യൽ പോയിൻറ്റും എൻഡ് പോയിൻറ്റും. അപ്പോൾ തിയറം പറയുന്നത് ഷോർട്ടായിട്ട് പറഞ്ഞാൽ ദ വാല്യൂ ഓഫ് ദ ലൈൻ ഇൻ്റഗ്രൽ ഓഫ് എ കൺസർവേറ്റീവ് വെക്റ്റർ ഫീൽഡ് അലോങ് എ പീസ് വൈസ് സ്മൂത്ത് പാത്ത് ഈസ് ഇൻഡിപെൻഡൻറ്റ് ഓഫ് ദി പാത്ത്. ഏത് പാത്തിലൂടെ പോയാലും കുഴപ്പമില്ല, നമുക്ക് അതിൻ്റെ ഇനീഷ്യൽ പോയിൻറ്റും എൻഡ് പോയിൻറ്റും മാത്രം നോക്കിയാൽ മതി. ദ വാല്യൂ ഓഫ് ദ ഇൻ്റഗ്രൽ ഡിപ്പെൻഡ്സ് ഓൺലി ഓൺ ദ എൻഡ് പോയിൻറ്റ്സ്. അപ്പോൾ ഇൻ്റഗ്രൽ ഫ്രം x0, y0 ടു x1, y1 അതായത് ഇനീഷ്യൽ പോയിൻറ്റ് x0, y0 ഫൈനൽ പോയിൻറ്റ് x1, y1 ആണെങ്കിൽ അവിടുത്തെ വർക്ക് അല്ലെങ്കിൽ ഇൻ്റഗ്രൽ എഫ് ഡോട്ട് ഡി ആർ കാണാൻ എന്ത് ചെയ്താൽ മതി? ഫൈ ഓഫ് x1, y1 മൈനസ് ഫൈ ഓഫ് x0, y0 ഇതുപയോഗിച്ച് നമുക്ക് എന്ത് ചെയ്യാം? വർക്ക് കാണാം. ഓക്കെ, ഈ ഒരു പ്രോബ്ലം നോക്കാം. ഷോ ദാറ്റ് phi of xy is equal to x into y is a potential function of the vector field capital F of xy is equal to yi plus xj. In the second part, use fundamental theorem of line integral to evaluate integral f dot dr from 0, 0 to 1, 1. അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യൻ ചെയ്യാൻ ഇതിൽ ആദ്യത്തെ പാർട്ട് നമ്മൾ കഴിഞ്ഞ ദിവസം ചെയ്തതാണ്. അതായത് കഴിഞ്ഞൊരു ദിവസം പഠിച്ച ആ ഒരു മെത്തേഡ് ഉപയോഗിച്ച് അതായത് നമുക്ക് കാണേണ്ടത് ഫൈ ഓഫ് എക്സ് വൈ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ദ പൊട്ടൻഷ്യൽ ഫംഗ്ഷൻ ഓഫ് ക്യാപിറ്റൽ എഫ് ഓഫ് എക്സ് വൈ. അതായത് ഡെൽ ഫൈ ഈസ് ഈക്വൽ ടു ക്യാപിറ്റൽ എഫ് എന്ന് കാണിക്കണം. അപ്പോൾ ഡെൽ ഫൈ ആദ്യം കാണാം. ഡെൽ ഫൈ കാണാൻ ഡോ ഫൈ ബൈ ഡോ എക്സും ഡോ ഫൈ ബൈ ഡോ വൈയും കാണണം. ഇവിടെ ഫൈ എന്ന് പറയുന്നത് എക്സ് ഇൻറ്റു വൈ ആണ്. അപ്പോൾ അതിനെ വിത്ത് റെസ്പെക്ട് ടു എക്സിൽ
ഡിഫറൻഷ്യേറ്റ് ചെയ്താൽ എക്സ് ഇൻറ്റു വൈയെ വിത്ത് റെസ്പെക്ട് ടു എക്സിൽ ഡിഫറൻഷ്യേറ്റ് ചെയ്യുമ്പോൾ വൈ എന്ന് കിട്ടും. അതുപോലെ എക്സ് ഇൻറ്റു വൈയെ വിത്ത് റെസ്പെക്ട് ടു വൈയിൽ ഡിഫറൻഷ്യേറ്റ് ചെയ്യുമ്പോൾ എക്സും കിട്ടും. സോ ഡോ ഫൈ ബൈ ഡോ എക്സ് ഈക്വൽ ടു വൈ ആൻഡ് ഡോ ഫൈ ബൈ ഡോ വൈ ഈക്വൽ ടു എക്സ് കിട്ടി. സോ വി ക്യാൻ റൈറ്റ് ഡെൽ ഫൈ. ഡെൽ ഫൈ എന്ന് പറഞ്ഞാൽ എന്താണ്? ഡോ ഫൈ ബൈ ഡോ എക്സ് ഐ പ്ലസ് ഡോ ഫൈ ബൈ ഡോ വൈ ജെ. ഡോ ഫൈ ബൈ ഡോ എക്സിൻ്റെ വാല്യൂ വൈ ആണ്. സോ വൈ ഐ പ്ലസ് ഡോ ഫൈ ബൈ ഡോ വൈയുടെ വാല്യൂ എക്സ്. സോ എക്സ് ജെ. സോ വൈ ഐ പ്ലസ് എക്സ് ജെ ഇത് തന്നെയാണ് നമുക്ക് തന്നിരിക്കുന്ന ക്യാപിറ്റൽ എഫ് ഓഫ് എക്സ് വൈ അല്ലേ. അപ്പോൾ എന്ത് കിട്ടി? ഡെൽ ഫൈ ഈസ് ഈക്വൽ ടു എഫ് ഓഫ് എക്സ് വൈ എന്ന് കിട്ടി. ഇഫ് ഡെൽ ഫൈ ഈസ് ഈക്വൽ ടു എഫ് ഓഫ് എക്സ് വൈ വി ക്യാൻ സേ ദാറ്റ് ഫൈ ഈസ് ദ പൊട്ടൻഷ്യൽ ഫങ്ഷൻ ഓഫ് ക്യാപിറ്റൽ എഫ്, അല്ലെങ്കിൽ എഫ് ഇസ് എ കൺസർവേറ്റീവ് വെക്റ്റർ ഫീൽഡ്. ഇനി ഇതിൻ്റെ ബി പാർട്ട്, ഈ ഒരു ഫണ്ടമെൻ്റൽ തിയറം ഓഫ് ലൈൻ ഇൻ്റഗ്രൽ ഉപയോഗിച്ച് ഇൻ്റഗ്രൽ എഫ് ഡോട്ട് ഡി ആർ കാണണം. അപ്പോൾ ഫണ്ടമെൻ്റൽ തിയറം ഉപയോഗിക്കണമെങ്കിൽ എഫ് കൺസർവേറ്റീവ് ഫീൽഡ് ആയിരിക്കണം. അപ്പോൾ ആദ്യം നമ്മൾ കൺസർവേറ്റീവ് ആണെന്ന് പ്രൂവ് ചെയ്തു. ഇനി ഇൻ്റഗ്രൽ കാണാൻ എന്ത് ചെയ്താൽ മതി? ഇൻ്റഗ്രൽ ഫ്രം 0 0 to 1 1 എഫ് ഡോട്ട് ഡി ആർ ഇസ് ഈക്വൽ ടു ഫൈ ഓഫ് എക്സ് വൺ വൈ വൺ മൈനസ് ഫൈ ഓഫ് എക്സ് നോട്ട് വൈ നോട്ട്. അതായത് ഇനി എൻഡ് പോയിൻറ്റിലെ ഫൈയുടെ വാല്യൂ മൈനസ് ഇനീഷ്യൽ പോയിൻറ്റിലെ ഫൈയുടെ വാല്യൂ. സോ ഫൈ ഓഫ് 1 1 എന്ന് പറയുമ്പോൾ ഫൈ ഓഫ് എക്സ് വൈ എന്ന് പറഞ്ഞാൽ എക്സ് ഇൻറ്റു വൈ എന്നായിരുന്നു. സോ ഫൈ ഓഫ് 1 1 എന്ന് പറഞ്ഞാൽ 1 ഇൻറ്റു 1 മൈനസ് ഫൈ ഓഫ് 0 0 എന്ന് പറയുമ്പോൾ 0 ഇൻറ്റു 0. സോ വിച്ച് ഇസ് ഈക്വൽ ടു 1. ഈ ഒരു രീതിയിൽ നമുക്ക് എന്ത് ചെയ്യാം? വർക്ക് ഡൺ ഓൺ എ കൺസർവേറ്റീവ് വെക്റ്റർ ഫീൽഡ് കാണാം. ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു റിമാർക്കാണ്, ഇഫ് ക്യാപിറ്റൽ എഫ് ഓഫ് എക്സ് വൈ ഇസ് എ കൺസർവേറ്റീവ് വെക്റ്റർ ഫീൽഡ് ഓൺ എ റീജിയൻ ഡി, then integral over C f dot dr is equal to 0 for every piecewise smooth closed curve C in D. അപ്പോൾ ക്ലോസ്ഡ് കർവ് ആണെങ്കിൽ വർക്ക് ഡൺ 0 ആയിരിക്കും. എന്താ കാരണം? ക്ലോസ്ഡ് കർവിൻ്റെ ഇനീഷ്യൽ പോയിൻറ്റിലെയും എൻഡ് പോയിൻറ്റിലെയും ഫൈയുടെ വാല്യൂ സെയിം ആയിരിക്കും അല്ലേ. ക്ലോസ്ഡ് ആണ് കർവ്. സോ ഫൈ ഓഫ് എക്സ് വൺ വൈ വണ്ണും ഫൈ ഓഫ് എക്സ് നോട്ട് വൈ നോട്ടും ആ ക്ലോസ്ഡ് കർവിൽ എക്സ് വൺ വൈ വൺ എന്ന് പറഞ്ഞ പോയിൻ്റ് തന്നെയായിരിക്കും എക്സ് നോട്ട് വൈ നോട്ട്. കാരണം കർവ് ഇങ്ങനെ ക്ലോസ്ഡ് ആയിട്ടാണ് ഉണ്ടാവുക. അപ്പോൾ ഇനീഷ്യൽ പോയിൻറ്റും എൻഡ് പോയിൻറ്റും സെയിം പോയിൻ്റ് തന്നെയാണ് ഉണ്ടാവുക. അതുകൊണ്ട് തന്നെ അവിടെ എന്ത് വരും? സബ്ട്രാക്ട് ചെയ്യുമ്പോൾ സെയിം ക്വാണ്ടിറ്റി സബ്ട്രാക്ട് ചെയ്യുന്നതുകൊണ്ട് തന്നെ 0 എന്ന് കിട്ടും. അപ്പോൾ ക്ലോസ്ഡ് കർവിനകത്ത് ഇൻ്റഗ്രൽ ഓവർ സി എഫ് ഡോട്ട് ടി ആർ 0 ആയിരിക്കും ഇഫ് എഫ് ഇസ് എ കൺസർവേറ്റീവ് വെക്റ്റർ ഫീൽഡ്. അപ്പോൾ നമ്മൾ ഇതുവരെ പറഞ്ഞത് 2 സ്പേസിലാണ്. ഇനി 3 സ്പേസിലാണെങ്കിൽ കൺസർവേറ്റീവ് ആണെന്ന് എങ്ങനെയാണ് ചെക്ക് ചെയ്യാൻ നോക്കാം അല്ലേ. അപ്പോൾ കൺസർവേറ്റീവ് ഫീൽഡ് 2 സ്പേസിൽ നമ്മൾ പറഞ്ഞു ഡോ എഫ് ബൈ ഡോ വൈ ഈക്വൽ ടു ഡോ ജി ബൈ ഡോ എക്സ് ആണെങ്കിൽ കൺസർവേറ്റീവ് ആണെന്ന്. ഇനി അത് 3 സ്പേസിലാണെങ്കിൽ അവിടെ 3 കോമ്പണൻസ് ഉണ്ടായിരിക്കും. സോ ഇഫ് ക്യാപിറ്റൽ എഫ് ഓഫ് എക്സ് വൈ ഇസ് ഈക്വൽ ടു സ്മോൾ എഫ് ഓഫ് എക്സ് വൈ സെഡ് ഐ പ്ലസ് ജി ഓഫ് എക്സ് വൈ സെഡ് ജെ പ്ലസ് എച്ച് ഓഫ് എക്സ് വൈ സെഡ് കെ is a conservative vector field in 3 space, then അതിന് വേണ്ട കണ്ടീഷൻസ് ആണ് ഇതൊക്കെ. ഡോ എഫ് ബൈ ഡോ വൈ ഷുഡ് ബി ഈക്വൽ ടു ഡോ ജി ബൈ ഡോ എക്സ്, ഡോ എഫ് ബൈ ഡോ സെഡ് ഷുഡ് ബി ഈക്വൽ ടു ഡോ എച്ച് ബൈ ഡോ എക്സ്, ഡോ ജി ബൈ ഡോ സെഡ് ഇസ് ഈക്വൽ ടു ഡോ എച്ച് ബൈ ഡോ വൈ. ഈ 3 ക്വാണ്ടിറ്റി ഈക്വൽ ആയിരിക്കണം 3 സ്പേസിൽ. അപ്പോൾ ഇത് 3ഉം ചെക്ക് ചെയ്യുന്നതിന് പകരം ഒറ്റയടിക്ക് നമുക്ക് എന്ത് ചെയ്താൽ മതി? കേൾ എഫ് കണ്ടാൽ മതി. കേൾ എഫ് 0 ആണെങ്കിൽ കൺസർവേറ്റീവ് ആണെന്ന് പറയാം. ഒരു 3 സ്പേസിൽ നമുക്ക് വെക്റ്റർ ഫീൽഡ് കൺസർവേറ്റീവ് ആണോ എന്ന് ചെക്ക് ചെയ്യാൻ അതിൻ്റെ കേൾ എഫ് ചെക്ക് ചെയ്താൽ മതി. അതേപോലെ തിരിച്ചും ഇഫ് എ വെക്റ്റർ ഫീൽഡ് സാറ്റിസ്ഫൈങ് ദിസ് കണ്ടീഷൻ, അതായത് കേൾ എഫ് 0 ആണെങ്കിൽ നമുക്ക് എന്ത് പറയാം? എഫ് കൺസർവേറ്റീവ് ആണെന്ന് പറയാം. അതുപോലെ എഫ് കൺസർവേറ്റീവ് ആണെങ്കിൽ കേൾ എഫ് 0 ആണെന്നും പറയാം. ഫോർ എക്സാമ്പിൾ നോക്കൂ, ചെക്ക് വെദർ ക്യാപിറ്റൽ എഫ് ഇസ് ഈക്വൽ ടു എക്സ് ഐ പ്ലസ് വൈ ജെ പ്ലസ് സെഡ് കെ ഇസ് കൺസർവേറ്റീവ് ആണോ എന്ന് ചെക്ക് ചെയ്യണം. ഇപ്പോൾ ഇവിടെ സ്മോൾ എഫ് എന്ന് പറയുന്നത് ഐയുടെ കോമ്പണൻറ്റ് എക്സ് ആണ്, ജി എന്ന് പറയുന്നത് വൈ ആണ്, എച്ച് എന്ന് പറയുന്നത് സെഡും ആണ്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? കേൾ എഫ് നോക്കാം. കേൾ എഫ് എന്ന് പറയുമ്പോൾ ഡിറ്റർമിനൻ്റ് ഓഫ് ഐ ജെ കെ ഡോ ബൈ ഡോ എക്സ് ഡോ ബൈ ഡോ വൈ ഡോ ബൈ ഡോ സെഡ്, പിന്നെ കോമ്പണൻറ്റ് വൈസ് ആയിട്ട് ആദ്യത്തേത് എഫ് ജി എച്ച്. എഫ് എന്ന് പറയുന്നത് എക്സ് ആണ്, ജി എന്ന് പറയുന്നത് വൈ ആണ്, എച്ച് എന്ന് പറയുന്നത് സെഡ് ആണ്. അപ്പോൾ ഇതിൻ്റെ ഡിറ്റർമിനൻ്റ് കാണണം. അപ്പോൾ എന്ത് ചെയ്താൽ മതി? ഐ ഇൻറ്റു ദിസ് മൈനസ് ദിസ് അല്ലേ. ഡോ സെഡ് ബൈ ഡോ വൈ എന്ന് പറഞ്ഞാൽ 0 ആണ്, മൈനസ്
ഡോ വൈ ബൈ ഡോ സെഡ് അതും സീറോയാണ്. പിന്നെ മൈനസ് ജെ ഇൻറ്റു, അപ്പോൾ ഈ ഒരു റോയ് കോളം ഒഴിവാക്കിയാൽ ഡോ സെഡ് ബൈ ഡോ എക്സ് മൈനസ് ഡോ എക്സ് ബൈ ഡോ സെഡ് വിച്ച് ഇസ് ഓൾസോ 0 മൈനസ് 0. ദെൻ പ്ലസ് കെ ഇൻറ്റു ഡോ വൈ ബൈ ഡോ എക്സ് മൈനസ് ഡോ എക്സ് ബൈ ഡോ വൈ വിച്ച് ഇസ് ഓൾസോ 0. അപ്പോൾ നമുക്ക് എന്ത് കിട്ടി? 3 കോമ്പണൻറ്റും 0 സോ വി ക്യാൻ സേ ദാറ്റ് കേൾ എഫ് ഇസ് ഈക്വൽ ടു 0. So the function, so the vector field capital F is conservative. See next question. Show that the integral over C yz dx plus xz dy plus yx square dz is not independent of path. അപ്പോൾ നമുക്കറിയാം ഇൻഡിപെൻഡൻറ്റ് ഓഫ് പാത്ത് ആണെങ്കിൽ കേൾ എഫ് 0 ആയിരിക്കും, കേൾ എഫ് 0 ആണെങ്കിൽ ഇൻഡിപെൻഡൻറ്റ് ഓഫ് പാത്ത് ആയിരിക്കും. ഇവിടെ നോട്ട് ഇൻഡിപെൻഡൻറ്റ് ഓഫ് പാത്ത് എന്നാണ് പ്രൂവ് ചെയ്യേണ്ടത്. സോ വി ക്യാൻ ജസ്റ്റ് ഷോ കേൾ എഫ് ഇസ് നോട്ട് ഈക്വൽ ടു 0. ഓക്കെ, അപ്പോൾ ആദ്യം കേൾ എഫിൻ്റെ വാല്യൂ കാണാം. കേൾ എഫ് ഇസ് ഈക്വൽ ടു ഐ ജെ കെ ഡോ ബൈ ഡോ എക്സ് ഡോ ബൈ ഡോ വൈ ഡോ ബൈ ഡോ സെഡ്. ദെൻ കോമ്പണൻസ് വൈ സെഡ് എക്സ് സെഡ് വൈ എക്സ് സ്ക്വയർ, ഇതിൻ്റെ ഡിറ്റർമിനൻറ്റ്. അപ്പോൾ എന്ത് വരും? ഫസ്റ്റ് കോമ്പണൻറ്റ് ഐ ഇൻറ്റു ഡോ ബൈ ഡോ എക്സ് ഡോ ബൈ ഡോ വൈ ഓഫ് വൈ എക്സ് സ്ക്വയർ എന്ന് പറയുമ്പോൾ എന്ത് വരും? വൈയിൽ വിത്ത് റെസ്പെക്ട് ടു വൈയിലാണ് ഡിഫറൻഷ്യേറ്റ് ചെയ്യുന്നത്. സോ എക്സ് സ്ക്വയർ മൈനസ് ഡോ ബൈ ഡോ സെഡ് ഓഫ് എക്സ് സെഡ് വിച്ച് ഇസ് എക്സ്. സോ ഐ ഇൻറ്റു എക്സ് സ്ക്വയർ മൈനസ് എക്സ് എന്ന് വരും. ദെൻ ജെ മൈനസ് ജെ ഇൻറ്റു ഡോ ബൈ ഡോ എക്സ് ഓഫ് വൈ എക്സ് സ്ക്വയർ, വൈ എക്സ് സ്ക്വയറിൻ്റെ വിത്ത് റെസ്പെക്ട് ടു എക്സിൽ ചെയ്യുമ്പോൾ 2xy എന്ന് വരും, മൈനസ് ഡോ ബൈ ഡോ സെഡ് ഓഫ് വൈ സെഡ് വിച്ച് ഇസ് വൈ. അപ്പോൾ 2xy മൈനസ് വൈ എന്ന് വരും. ദെൻ ലാസ്റ്റ് കോമ്പണൻ്റ് എന്താ വരിക? പ്ലസ് കെ ഇൻറ്റു ഡോ ബൈ ഡോ എക്സ് ഓഫ് എക്സ് സെഡ്, എക്സ് സെഡിൻ്റെ ഡെറിവേറ്റീവ് വിത്ത് റെസ്പെക്ട് ടു എക്സ് അല്ല വിച്ച് ഇസ് സെഡ് മൈനസ് ഡോ ബൈ ഡോ വൈ ഓഫ് വൈ സെഡ് വിച്ച് ഇസ് ഓൾസോ സെഡ്, കെ ഇൻറ്റു സെഡ് മൈനസ് സെഡ് എന്ന് വരും. അപ്പോൾ ഇതിൽ നമുക്ക് കെയുടെ കോമ്പണൻറ്റ് 0 ബട്ട് എക്സ് ഐയുടെ കോമ്പണൻറ്റും ജെയുടെ കോമ്പണൻറ്റും 0 അല്ല. സോ വി ക്യാൻ സേ ദാറ്റ് കേൾ എഫ് ഇസ് നോട്ട് ഈക്വൽ ടു 0. ദാറ്റ് മീൻസ് എഫ് ഇസ് നോട്ട് എ കൺസർവേറ്റീവ് വെക്റ്റർ ഫീൽഡ്. സോ ദ ഇൻ്റഗ്രൽ ഇസ് നോട്ട് ഇൻഡിപെൻഡൻറ്റ് ഓഫ് ദി പാത്ത്. ഓക്കെ, അപ്പോൾ ഇൻഡിപെൻഡൻ്റ് ആവണമെങ്കിൽ കൺസർവേറ്റീവ് ആവണം, കൺസർവേറ്റീവ് ആയാൽ ഇൻഡിപെൻഡൻ്റ് ആയിരിക്കും. ഇപ്പോൾ ഇവിടെ കൺസർവേറ്റീവ് അല്ലാത്തത് കൊണ്ട് തന്നെ ഇൻ്റഗ്രൽ ഇസ് നോട്ട് ഇൻഡിപെൻഡൻറ്റ് ഓഫ് പാത്ത്. ദാറ്റ് മീൻസ് ദ ഇൻ്റഗ്രൽ വിൽ ഡിപ്പെൻഡ് ദ പാത്ത്. ഓക്കെ, അപ്പോൾ ഒരു ക്വസ്റ്റ്യൻ കൂടെ ചെയ്യാം. ലെറ്റ് ക്യാപിറ്റൽ എഫ് ഓഫ് എക്സ് വൈ ഈസ് ഈക്വൽ ടു 2xy ക്യൂബ് ഐ പ്ലസ് 1 പ്ലസ് 3x സ്ക്വയർ വൈ സ്ക്വയർ ജെ. ഇതാണ് നമ്മുടെ ക്യാപിറ്റൽ എഫ് ഓഫ് എക്സ് വൈ. Show that capital F is conservative. B part, find the potential function of phi. ഈ 2 ക്വസ്റ്റ്യനും നമ്മളിതിനു മുമ്പ് ചെയ്തിട്ടുള്ളതാണ്. ഓക്കെ, തൊട്ട് മുമ്പത്തെ ക്ലാസ്സിൽ ഈ ഫംഗ്ഷൻ എടുത്തിട്ട് എഫ് കൺസർവേറ്റീവ് ആണെന്നും ഈ പൊട്ടൻഷ്യൽ ഫംഗ്ഷൻ കാണാനും ഉള്ളത് നമ്മൾ ചെയ്തതാണ്. ഇതിൽ സി പാർട്ട് വരുന്നത് യൂസിങ് ദിസ് ഫൈ ഇവാലുവേറ്റ് ഇൻ്റഗ്രൽ ഫ്രം 1/4 to 3/1 2xy ക്യൂബ് ഡി എക്സ് പ്ലസ് 1 പ്ലസ് 3x സ്ക്വയർ വൈ സ്ക്വയർ ഡി വൈ. ആൻഡ് അപ്പോൾ ഈ ഒരു സി പാർട്ടാണ് നമ്മൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ചെയ്യേണ്ടത്. ഇപ്പോൾ ഫസ്റ്റ് പാർട്ടിൽ എഫ് കൺസർവേറ്റീവ് ആണെന്നും ഫൈൻഡ് ദ പൊട്ടൻഷ്യൽ ഫംഗ്ഷൻ ഓഫ് ഫൈ കാണാനും ഇതേ ക്വസ്റ്റ്യൻ, അതായത് ഇവിടെ 2xy ക്യൂബ് ഐ പ്ലസ് 1 പ്ലസ് 3x സ്ക്വയർ വൈ സ്ക്വയർ, ഇതേ ക്വസ്റ്റ്യൻ നമ്മൾ തൊട്ട് മുമ്പത്തെ ക്ലാസ്സിൽ ചെയ്തു. ഐ വിൽ ഷോ യു ദാറ്റ്. ഈ ഒരു ക്വസ്റ്റ്യൻ അല്ലേ, എഫ് ഓഫ് എക്സ് വൈ ഈക്വൽ ടു 2xy ക്യൂബ് ഐ പ്ലസ് 1 പ്ലസ് 3x സ്ക്വയർ വൈ സ്ക്വയർ ജെ. എഫ് കൺസർവേറ്റീവ് ആണെന്നും ഫൈ കാണാൻ 2 മെത്തേഡ് ഉപയോഗിച്ച് നമ്മൾ ഫൈ കണ്ടു. അപ്പോൾ അത് ആ പാർട്ടിനെയും സെപ്പറേറ്റ് ചെയ്യുന്നില്ല, നമ്മൾ കഴിഞ്ഞ ദിവസം ചെയ്തതാണ്. എഫ് കൺസർവേറ്റീവ് ആണെന്ന് ഡോ എഫ് ബൈ ഡോ വൈ ഈക്വൽ ടു ഡോ ജി ബൈ ഡോ എക്സ് ഉപയോഗിച്ച് പ്രൂവ് ചെയ്തു. എഫ് കൺസർവേറ്റീവ് ആയതുകൊണ്ട് തന്നെ ഫൈയുടെ വാല്യൂ നമ്മൾ ഇൻ്റഗ്രേറ്റ് ചെയ്ത് 2 രീതിയിൽ ഇൻ്റഗ്രേറ്റ് ചെയ്ത് കണ്ടിട്ടുണ്ട്. ആ കിട്ടിയിരിക്കുന്ന ഫൈയുടെ വാല്യൂ നമുക്ക് ആവശ്യമുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്കിവിടെ കിട്ടിയ ഫൈയുടെ വാല്യൂ ഇതാണ്, എക്സ് സ്ക്വയർ വൈ ക്യൂബ് പ്ലസ് വൈ പ്ലസ് കെ.
അപ്പോൾ ഈ ഒരു 5 നമുക്ക് കിട്ടിയിട്ടുണ്ട് കഴിഞ്ഞ ക്ലാസ്സിൽ. അതുകൊണ്ട് തന്നെ ഇത് ഈ രണ്ട് എ പാർട്ടും ബി പാർട്ടും നമ്മൾ ഇനി ചെയ്യുന്നില്ല. നമ്മൾ ഈ ഒരു 5 യൂസ് ചെയ്ത് ആ വർക്ക് ഡൺ മാത്രമേ കാണുന്നുള്ളൂ. അപ്പോൾ ഈ ഒരു 5യുടെ വാല്യൂ ഓർത്ത് വെക്കുക. x² y³ + y + k. അതാണ് നമുക്ക് 5 കിട്ടിയിരിക്കുന്നത്. നമ്മൾ 2 രീതിയിൽ കഴിഞ്ഞ ദിവസം ചെയ്തു. 2 രീതിയിൽ ചെയ്തപ്പോഴും ഒരേ ആൻസർ തന്നെയാണ് കിട്ടിയിരുന്നത്. ഓക്കെ, അപ്പോൾ എ ആൻഡ് ബി വി ഡൺ ഓൾറെഡി. ഇനി എന്ത് ചെയ്യാം? സി പാർട്ട് ചെയ്യാം. അതായത് ഈ യൂസിങ് ദിസ് 5 യു ഹാവ് ടു ഇവാലുവേറ്റ് ഇൻ്റഗ്രൽ ഫ്രം 1/4 to 3/1. അപ്പോൾ ഈ ഒരു ഫംഗ്ഷൻ്റെ ഇൻ്റഗ്രൽ കാണാനാണ്. അപ്പോൾ നമ്മൾ എന്താണ് ഇപ്പോൾ ലൈൻ ഇൻ്റഗ്രലിൻ്റെ ഫണ്ടമെൻ്റൽ തിയറം പറഞ്ഞത്? ഇൻ്റഗ്രൽ f.dr കാണാൻ എന്ത് ചെയ്താൽ മതി? φ(x1y1 - φ(x0y0). അപ്പോൾ ഇവിടെ നമുക്ക് കിട്ടിയിരിക്കുന്ന φ എന്ന് പറയുന്നത് നേരത്തെ x² y³ + y + k എന്നായിരുന്നു. അപ്പോൾ അത് വെച്ച് ഫൈനൽ പോയിൻറ്റ് 3/1 ആണ്. സോ φ(3/1 - φ(14). അപ്പോൾ എക്സ് വൈക്ക് പകരം 3ഉം 1ഉം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ ഇവിടെ കിട്ടിയിരിക്കുന്നത് x² y³ + y + k ആണ്. സോ 3² × 1 + 1 + k മൈനസ് φ(14) എന്ന് പറയുമ്പോൾ 1² × 4³ + 4 + k. അപ്പോൾ എന്ത് വരും? ആദ്യത്തെ ബ്രാക്കറ്റിൽ 10 + k മൈനസ് സെക്കൻഡ് ബ്രാക്കറ്റിൽ 68 + k. സോ കെ സബ്ട്രാക്ട് ചെയ്യുമ്പോൾ പോവും. പിന്നെ 10 - 68 ആണ്, വിച്ച് ഇസ് -58. അപ്പോൾ ഇതാണ് ആ ഒരു വർക്ക് ഡണ്ണിൻ്റെ വാല്യൂ. ഹോപ്പ് ഇറ്റ്സ് ക്ലിയർ. വി ക്യാൻ സീ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ലെറ്റ് f of xy is equal to e⁻yi plus xe⁻yj. Denote the force field in the xy plane. Verify f is conservative. Find the potential function for function phi and also find the work done by the field on a particle that moves from 1, 0 to -1, 0 along semicircular path. 3 പാർട്ടുണ്ട്. ഫസ്റ്റ് പാർട്ടിൽ എഫ് കൺസർവേറ്റീവ് ആണെന്ന് ചെക്ക് ചെയ്യാനാണ്. ഇവിടെ 2 കോമ്പണൻസേ ഉള്ളൂ, 2 സ്പേസിലാണ്. അപ്പോൾ ∂f/∂y = ∂g/∂x എന്ന് കാണിച്ചാൽ മതി. സോ ∂f/∂y എന്ന് പറഞ്ഞാൽ ∂by/∂y ഓഫ് e⁻y. e⁻yൻ്റെ ഡെറിവേറ്റീവ് e⁻y തന്നെയാണ്. സോ e⁻y. ദെൻ ∂g/∂xൻ്റെ വാല്യൂ ∂by/∂x ഓഫ് x e⁻y. അപ്പോൾ x e⁻y വിത്ത് റെസ്പെക്ട് ടു എക്സിൽ ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ e⁻y. So we can see that ∂f/∂y is equal to ∂g/∂x. So we can say that the field F is conservative. ഫസ്റ്റ് പാർട്ട് കഴിഞ്ഞു. ഇനി ഇതിൻ്റെ പൊട്ടൻഷ്യൽ ഫംഗ്ഷൻ കാണണം അല്ലേ? പൊട്ടൻഷ്യൽ ഫംഗ്ഷൻ കാണാൻ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞതാണ്. അപ്പോൾ എന്ത് വരും? ഹിയർ ∂φ/∂x എന്ന് പറയുന്നത് e⁻y ആണ്. അതുപോലെ ∂φ/∂y എന്ന് പറയുന്നത് x e⁻y ആണ് അല്ലേ? ∂φ/∂x = e⁻y-ഉം ∂φ/∂y = x e⁻y-ഉം. ഇനി ഇത് വെച്ച് ഫൈയുടെ വാല്യൂ കാണണം. അപ്പോൾ ആദ്യം ഇക്വേഷൻ 1നെ വിത്ത് റെസ്പെക്ട് ടു എക്സിൽ ഇൻ്റഗ്രേറ്റ് ചെയ്യാം. സോ യു വിൽ ഗെറ്റ് 5. അതായത് ഇൻ്റഗ്രൽ ∂φ/∂x വിത്ത് റെസ്പെക്ട് ടു എക്സിൽ ചെയ്യുമ്പോൾ ഇവിടെ ∂φ/∂x എന്ന് പറയുന്നത് e⁻y ആണ്. സോ e⁻y-നെ വിത്ത് റെസ്പെക്ട് ടു എക്സിൽ ഡിഫറൻഷിയേറ്റ് ചെയ്യാണ്. സോ വി ഹാവ് ടു കീപ്പ് y ആസ് എ കോൺസ്റ്റൻറ്റ്. അപ്പോൾ e⁻y ഇൻറ്റു എക്സ് പ്ലസ് എ കോൺസ്റ്റൻറ്റ് എന്ന് വരും. ആ കോൺസ്റ്റൻറ്റിന് നമ്മൾ എന്ത് എഴുതണം? k(y) എന്ന് എഴുതണം. ഇതൊക്കെ കഴിഞ്ഞ ദിവസം പറഞ്ഞതാണ്. ബിക്കോസ് ഹിയർ വി ആർ ഇൻ്റഗ്രേറ്റിംഗ് വിത്ത് റെസ്പെക്ട് ടു എക്സ്. ദാറ്റ് മീൻസ് വി ആർ ട്രീറ്റിംഗ് y ആസ് എ കോൺസ്റ്റൻറ്റ്. സോ ദ കോൺസ്റ്റൻറ്റ് ഓഫ് ഇൻ്റഗ്രേഷൻ മേ ബി എ ഫങ്ഷൻ ഓഫ് y ഓൾസോ. സോ e⁻y ഇൻറ്റു എക്സ് പ്ലസ് k(y). ഇതാണ് ഫൈയുടെ വാല്യൂ. ഇനി കിട്ടിയതെന്ന് k(y)യുടെ വാല്യൂ കാണാൻ എന്ത് ചെയ്യുക? ഒന്നുകൂടെ ഇപ്പോൾ കിട്ടിയിരിക്കുന്ന ഫൈയെ നമ്മൾ ഡിഫറൻഷിയേറ്റ് വിത്ത് റെസ്പെക്ട് ടു y. അപ്പോൾ വിത്ത് റെസ്പെക്ട് ടു വൈയിൽ ഡിഫറൻഷിയേറ്റ് ചെയ്താൽ ∂φ/∂y എന്ന് പറയുമ്പോൾ e⁻y എക്സിൻ്റെ ഡെറിവേറ്റീവ് വിത്ത് റെസ്പെക്ട് ടു വൈയിൽ ചെയ്യുമ്പോൾ എക്സ് കോൺസ്റ്റൻ്റ് ആണ്. സോ എക്സ് ഇൻറ്റു e⁻y പ്ലസ് k(y)യുടെ ഡെറിവേറ്റീവ് k'(y). അപ്പോൾ നമുക്ക് ∂φ/∂yയുടെ വാല്യൂ ഇക്വേഷൻ 4ൽ കിട്ടി. ഓൾറെഡി നമ്മളെടുത്ത് ∂φ/∂yയുടെ വാല്യൂ ഇക്വേഷൻ 2ലുണ്ട്. അപ്പോൾ അത് രണ്ടും കൂടെ കമ്പയർ ചെയ്യാം. കമ്പയറിങ് ഇക്വേഷൻ 2 and 4. അപ്പോൾ x e⁻y ഈസ് ഈക്വൽ ടു x e⁻y പ്ലസ് k'(y). അപ്പോൾ x e⁻y രണ്ട് സൈഡിൽ നിന്നും ക്യാൻസൽ ചെയ്താൽ k'(y) = 0 എന്ന് വരും. സോ ky is integral 0 dy which is a
കോൺസ്റ്റൻറ്റ്, ഒരു ന്യൂമറിക്കൽ കോൺസ്റ്റൻറ്റ് കെ കിട്ടും. സോ വാല്യൂ ഓഫ് ഫൈ എന്ന് പറയുന്നത് അപ്പോൾ എന്തായി e⁻x പ്ലസ് കെ വൈ ആയിരുന്നു. കെ വൈക്ക് നമ്മൾ ന്യൂമറിക്കൽ കോൺസ്റ്റൻറ്റ് കെ കിട്ടി. സോ ദ വാല്യൂ ഓഫ് ഫൈ ഈസ് x പ്ലസ് കെ. ഇതാണ് നമ്മുടെ പൊട്ടൻഷ്യൽ ഫംഗ്ഷൻ. അപ്പോൾ ഇതിൻ്റെ സെക്കൻഡ് പാർട്ടും ചെയ്തു, പൊട്ടൻഷ്യൽ ഫംഗ്ഷൻ കണ്ടുപിടിച്ചു. ഇനി ഈ പൊട്ടൻഷ്യൽ ഫംഗ്ഷൻ ഉപയോഗിച്ച് നമുക്ക് വർക്ക് ഡൺ കാണണം. അപ്പോൾ എഫ് കൺസർവേറ്റീവ് ആണെന്ന് ഓൾറെഡി കണ്ടുപിടിച്ചു, അതിനുശേഷം പൊട്ടൻഷ്യൽ ഫംഗ്ഷനും കണ്ടു. അപ്പോൾ കൺസർവേറ്റീവ് ആണെങ്കിൽ വർക്ക് ഡൺ കാണാൻ എന്ത് ചെയ്താൽ മതി, ഫൈ ഓഫ് x1y1 മൈനസ് ഫൈ ഓഫ് x0y0. അപ്പോൾ ഇവിടെ പോയിൻറ്റ്സ് 1 0 -1 0 ആണ്. അപ്പോൾ ഇവിടെ ജസ്റ്റ് ഒരു പാത്തൊക്കെ തന്നിട്ടുണ്ട്, സെമി സർക്കുലർ പാത്തിലാണ് മൂവ് ചെയ്യുന്നതെന്നൊക്കെ. ശരിക്കും കൺസർവേറ്റീവ് ആകുമ്പോൾ ആ പാത്തിൻ്റെ ആവശ്യമില്ല, അത് ജസ്റ്റ് നിങ്ങൾക്കൊരു കൺഫ്യൂഷൻ ആക്കാൻ തന്നതാണ്. അപ്പോൾ സെമി സർക്കുലർ ഏത് പാത്തിലൂടെ പോയാലും ഇറ്റ് ഈസ് ഇൻഡിപെൻഡൻറ്റ് ഓഫ് ദി പാത്ത് അല്ലേ. നമുക്ക് ജസ്റ്റ് ആ ഇനീഷ്യൽ പോയിൻറ്റും ഫൈനൽ പോയിൻറ്റും മാത്രം അറിഞ്ഞിരുന്നാൽ മതി. അപ്പോൾ ഇവിടെ ജസ്റ്റ് പാത്ത് എന്ന് പറയുന്നതാണ് 1 0 തൊട്ട് -1 0 വരെ സെമി സർക്കുലർ ഷേപ്പിൽ മൂവ് ചെയ്തു. അപ്പോൾ അതിൻ്റെ എൻഡ് പോയിൻറ്റ് 1 0 -1 0 ആണ്. അപ്പോൾ ഇൻ്റഗ്രൽ ഓവർ സി എഫ് ഡോട്ട് ഡി ആർ എന്ന് പറയുമ്പോൾ ഫൈ ഓഫ് -1 0 മൈനസ് ഫൈ ഓഫ് 1 0. ഫൈയുടെ വാല്യൂ നമുക്കിവിടെ ഓൾറെഡി കിട്ടിയിട്ടുണ്ട്, x e⁻y k ആണ്. അപ്പോൾ എക്സ് എന്ന് പറയുന്നത് ഇവിടെ ആദ്യത്തേതിൽ -1x y 0. സോ -1 × e⁻0 പ്ലസ് കെ മൈനസ് ഫൈ ഓഫ് 1 0 എന്ന് പറയുമ്പോൾ 1 × e⁻0 പ്ലസ് കെ. അപ്പോൾ ആദ്യത്തെ -1 പ്ലസ് കെ മൈനസ് 1 പ്ലസ് കെ കെ ക്യാൻസൽ ചെയ്ത് പോവും, -1 -1 വിച്ച് ഇസ് -2. സോ ദ വർക്ക് ഡൺ ഇസ് -2. ഒരു ക്വസ്റ്റ്യൻ കൂടെ നോക്കാം. ഡിറ്റർമിൻ whether f is conservative vector field, if so find the potential function of it. അപ്പോൾ f കൺസർവേറ്റീവ് ആണോ എന്ന് ചെക്ക് ചെയ്യുക, ആണെങ്കിൽ അതിൻ്റെ പൊട്ടൻഷ്യൽ ഫംഗ്ഷൻ കാണാം. ക്യാപിറ്റൽ എഫ് ഓഫ് എക്സ് വൈ, ഇവിടെ ആദ്യത്തെ ക്വസ്റ്റ്യനിൽ ക്യാപിറ്റൽ എഫ് ഓഫ് എക്സ് വൈ എന്ന് പറയുന്നത് കോസ് വൈ പ്ലസ് വൈ കോസ് എക്സ് ഐ പ്ലസ് സൈൻ എക്സ് മൈനസ് എക്സ് സൈൻ വൈ ജെ. അപ്പോൾ ഇവിടുത്തെ സ്മോൾ എഫ് എന്ന് പറയുന്നത് ഇതാണ്, ജി എന്ന് പറയുന്നത് ഇതാണ്. കൺസർവേറ്റീവ് ആണോ എന്ന് ചെക്ക് ചെയ്യാൻ ഡോ എഫ് ബൈ ഡോ വൈയും ഡോ ജി ബൈ ഡോ എക്സും ഈക്വൽ ആണോ എന്ന് നോക്കണം. സോ ഫസ്റ്റ് ഡോ എഫ് ബൈ ഡോ വൈ കാണാം. വിത്ത് റെസ്പെക്ട് ടു വൈയിലാണ് ഡിഫറൻഷ്യേറ്റ് ചെയ്യുന്നത്. അപ്പോൾ കോസ് വൈയെ ഡിഫറൻഷ്യേറ്റ് ചെയ്താൽ മൈനസ് സൈൻ വൈ പ്ലസ് വൈ കോസ് എക്സിന് വിത്ത് റെസ്പെക്ട് ടു വൈയിലാണ് ചെയ്യുന്നത്. സോ കോസ് എക്സ് കോൺസ്റ്റൻ്റ് ആണ്, കോസ് എക്സ് ഇൻറ്റു 1 എന്ന് വരും. സോ മൈനസ് സൈൻ വൈ പ്ലസ് കോസ് എക്സ്. സെയിം വേ ഡോ ജി ബൈ ഡോ എക്സ് കാണണം. അപ്പോൾ ഇതിന് സൈൻ എക്സിനെ ഡിഫറൻഷ്യേറ്റ് ചെയ്യുക വിത്ത് റെസ്പെക്ട് ടു എക്സിൽ. സോ കോസ് എക്സ് മൈനസ് എക്സ് ഇൻറ്റു സൈൻ വൈ, അതിന് വിത്ത് റെസ്പെക്ട് ടു എക്സിലാണ് ഡിഫറൻഷ്യേറ്റ് ചെയ്യുന്നത്. സോ സൈൻ വൈ കോൺസ്റ്റൻ്റ് ആണ്, സൈൻ വൈ ഇൻറ്റു എക്സിൻ്റെ ഡെറിവേറ്റീവ് 1. സോ കോസ് എക്സ് മൈനസ് സൈൻ വൈ എന്ന് വരും. അപ്പോൾ നോക്കൂ, രണ്ടും സെയിം ആണ് അല്ലേ, മൈനസ് സൈൻ വൈ പ്ലസ് കോസ് എക്സും കോസ് എക്സ് മൈനസ് സൈൻ വൈയും. സോ യു ക്യാൻ സേ ദാറ്റ് എഫ് ഇസ് കൺസർവേറ്റീവ്. എഫ് കൺസർവേറ്റീവ് ആണെങ്കിൽ അതിൻ്റെ പൊട്ടൻഷ്യൽ ഫംഗ്ഷൻ കാണണം. അപ്പോൾ ആദ്യം കിട്ടിയത് ഡോ ഫൈ ബൈ ഡോ എക്സ്. ഡോ ഫൈ ബൈ ഡോ എക്സ് എന്ന് പറയുന്നത് കോസ് വൈ പ്ലസ് വൈ കോസ് എക്സ് അല്ലേ, ഇതാണ് ഡോ ഫൈ ബൈ ഡോ എക്സ്. അതുപോലെ ഡോ ഫൈ ബൈ ഡോ വൈ എന്ന് പറയുന്നത് സൈൻ എക്സ് മൈനസ് എക്സ് സൈൻ വൈ. അപ്പോൾ ആദ്യം ഫസ്റ്റ് ഇക്വേഷൻ 1-നെ വിത്ത് റെസ്പെക്ട് ടു എക്സിൽ ഇൻ്റഗ്രേറ്റ് ചെയ്താൽ ഫൈയുടെ വാല്യൂ കിട്ടും. ഇൻ്റഗ്രേറ്റിംഗ് ഇക്വേഷൻ 1 വിത്ത് റെസ്പെക്ട് ടു എക്സ്. ഇപ്പോൾ ഫൈ എന്ന് പറയുന്നത് ഇൻ്റഗ്രൽ ഓവർ എക്സ് കോസ് വൈ പ്ലസ് വൈ കോസ് എക്സ് ഡി എക്സ്. വിത്ത് റെസ്പെക്ട് ടു എക്സിൽ ഇൻ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ കോസ് വൈ കോൺസ്റ്റൻ്റ് ആണ്. സോ കോസ് വൈ ഇൻറ്റു എക്സ് പ്ലസ് വൈ കോസ് എക്സിനെ ചെയ്യുമ്പോൾ വൈ കോൺസ്റ്റൻറ്റ് കോസ് എക്സിൻ്റെ ഇൻ്റഗ്രൽ സൈൻ എക്സ് പ്ലസ് ദ കോൺസ്റ്റൻറ്റ്. കോൺസ്റ്റൻറ്റിന് നമ്മൾ എന്തെഴുതും, കെ ഓഫ് വൈ. ഇനി ആ കെ ഓഫ് വൈയുടെ വാല്യൂ കാണാൻ ഇതിനെ ഡിഫറൻഷ്യേറ്റ് വിത്ത് റെസ്പെക്ട് ടു വൈ, വൈയിൽ ഡിഫറൻഷ്യേറ്റ് ചെയ്യുക. സോ ഡോ ഫൈ ബൈ ഡോ വൈ എന്ന് പറയുമ്പോൾ ഈ ഒരു ക്വാണ്ടിറ്റിയെ നമ്മൾ വിത്ത് റെസ്പെക്ട് ടു വൈയിൽ ഡിഫറൻഷ്യേറ്റ് ചെയ്യുകയാണ്. അപ്പോൾ എക്സ് കോൺസ്റ്റൻ്റ് ആണ്, കോസ് വൈയുടെ ഡെറിവേറ്റീവ് മൈനസ് സൈൻ വൈ പ്ലസ് അടുത്തത് വൈ സൈൻ എക്സ് ആണ്, അതിൽ സൈൻ എക്സ് കോൺസ്റ്റൻ്റ് ആണ്, വൈയുടെ ഡെറിവേറ്റീവ് 1. സോ സൈൻ എക്സ് പ്ലസ് കെ വൈയുടെ ഡെറിവേറ്റീവ് കെ ഡാഷ് വൈ. അപ്പോൾ ഇക്വേഷൻ 4 കിട്ടി. ഇക്വേഷൻ 4ഉം ഇക്വേഷൻ 2ഉം നമുക്ക് കമ്പയർ ചെയ്യണം. ഇക്വേഷൻ 2-ൽ നമുക്ക് എന്താ കിട്ടിയിട്ടുള്ളത്, ഡോ ഫൈ ബൈ ഡോ വൈ എന്ന് പറഞ്ഞാൽ സൈൻ എക്സ് മൈനസ് എക്സ് സൈൻ വൈ ആണ്. അപ്പോൾ സൈൻ എക്സ് മൈനസ് എക്സ് സൈൻ വൈ ഈക്വൽ ടു
ഇക്വേഷൻ 4 കിട്ടിയത് മൈനസ് എക്സ് സൈൻ വൈ പ്ലസ് സൈൻ എക്സ് പ്ലസ് കെ ഡാഷ് വൈ. അപ്പോൾ രണ്ട് സൈഡിലും സൈൻ എക്സ് ക്യാൻസൽ ആവും. മൈനസ് എക്സ് സൈൻ വൈയും ക്യാൻസൽ ആവും. അപ്പോൾ കെ ഡാഷ് വൈ ഈക്വൽ ടു 0 എന്ന് വരും. സോ ദ വാല്യൂ ഓഫ് കെ വൈ ഇസ് 0 integral 0 dy which is a constant, numerical constant k. അപ്പോൾ ഫൈയുടെ വാല്യൂ എന്ത് കിട്ടി? ഫൈയിൽ ഇവിടെ കെ വൈ ഉള്ളടത്ത്, അതായത് ഇതായിരുന്നു നമ്മുടെ ഫൈയുടെ വാല്യൂ. ആ കെ വൈയുടെ വാല്യൂ ന്യൂമറിക്കലായിട്ട് നമുക്കൊരു കെ എന്ന് പറഞ്ഞ കോൺസ്റ്റൻ്റ് ആയിട്ട് കിട്ടി. സോ ദ വാല്യൂ ഓഫ് ഫൈ ഇസ് എക്സ് കോസ് വൈ പ്ലസ് വൈ സൈൻ എക്സ് പ്ലസ് കെ. അപ്പോൾ ഈ ഒരു രീതിയിൽ ചെയ്ത് നോക്കാൻ 1-2 ക്വസ്റ്റ്യൻ കൂടെ, അതായത് കൺസർവേറ്റീവ് ആണോ എന്ന് ചെക്ക് ചെയ്യുക, ആണെങ്കിൽ പൊട്ടൻഷ്യൽ ഫംഗ്ഷൻ കാണുക. അതിന് 1-2 ക്വസ്റ്റ്യനും കൂടെ അത് കൊടുത്തിട്ടുണ്ട്. അതുപോലെ വേറൊരു ക്വസ്റ്റ്യൻ, ഷോ ദാറ്റ് ഇൻ്റഗ്രൽ ഓവർ സി വൈ സൈൻ എക്സ് ഡി എക്സ് മൈനസ് കോസ് എക്സ് ഡി വൈ ഈസ് ഇൻഡിപെൻഡൻറ്റ് ഓഫ് പാത്ത്. ഇൻഡിപെൻഡൻ്റ് ആണെന്ന് കാണിക്കാൻ എന്താണ് ചെയ്യേണ്ടതെന്ന് ഞാൻ പറഞ്ഞു. നമ്മൾ കൺസർവേറ്റീവ് ആണെന്ന് ചെക്ക് ചെയ്യുക. അങ്ങനെ ഇൻഡിപെൻഡൻ്റ് ആണെങ്കിൽ ഇവാലുവേറ്റ് ദ ഇൻ്റഗ്രൽ അലോങ് ദ ലൈൻ സെഗ്മെൻറ്റ് ഫ്രം 0, 1 to π-1. സോ ഈ ഒരു ക്വസ്റ്റ്യനും കൂടെ ഹോംവർക്കായിട്ട് ചെയ്യുക കേട്ടോ. അപ്പോൾ ഇതോടുകൂടി നമ്മുടെ ഫസ്റ്റ് മൊഡ്യൂൾ ഇവിടെ അവസാനിക്കുകയാണ്. അപ്പോൾ ഇത്രയും പാർട്ട് ഇതുവരെ എടുത്തതെല്ലാം എല്ലാവരും നന്നായിട്ട് വായിക്കുക, പ്രോബ്ലംസ് എല്ലാം ചെയ്ത് നോക്കുക, എന്തെങ്കിലും കിട്ടാത്തതുണ്ടെങ്കിൽ ചോദിക്കുക. ഓക്കെ, ഇവിടെ തൽക്കാലം ക്ലാസ് ഇവിടെ നിർത്താം. ബൈ.